സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ കാലത്ത് സാധാരണമായിട്ട് ലോകത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള 3 തരത്തിലുള്ള, അവയെ രോഗമെന്ന് വിളിക്കണമോ, പ്രശ്നമെന്ന് വിളിക്കണമെന്നോ, ഗുണമെന്ന് വിളിക്കണമോ, 3 തരത്തിലുള്ളതായ മനുഷ്യനെ ഞെരുക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈഗോ. ഈഗോ ഈഗോ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ കൈ ഉയർത്തുക. ഓക്കെ. ഈഗോ എന്ന വാക്കിന് മലയാളത്തിൽ വ്യക്തമായി അതിൻ്റെ അർത്ഥം എന്താണ്? അഹം. എന്താണ്? അഹം. രണ്ടാമതായി ആറ്റിറ്റ്യൂഡ്. ഈ കാലത്ത് നാം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ കൈ ഉയർത്തുക. ആർക്കും അറിയില്ലേ? പലപ്പോഴും നാം ഉപയോഗിക്കാറുണ്ട്, നാം ചെയ്യാറുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ അർത്ഥമറിയില്ല. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയാമോ? എങ്കിൽ സമ്മതിക്കൂ, തല ഉരുക്കുക. തലയുണ്ടല്ലോ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ വ്യക്തമായ അർത്ഥം മനോഭാവം എന്നാണ്. മനോഭാവം. മൂന്നാമതായി ഇൻഫീരിയോറിറ്റി. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: അപകർഷതാബോധം. എപ്പോഴും നാം ആ വാക്ക് ഉപയോഗിക്കുന്നതല്ല. അപകർഷതാബോധം. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ അനേകം ആളുകളും ഇൻഫീരിയോറിറ്റി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ വാക്കിൽ. അതായത് ഒരു തരത്തിലുള്ളതായ അരക്ഷിത മനോഭാവം, സുരക്ഷിതം തോന്നാത്ത ഒരു മനോഭാവം, ഒരു തരത്തിലുള്ളതായ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഈ 3 തരത്തിലുള്ള സ്വഭാവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ഇവയെല്ലാം നമുക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞാൽ, ഇതിനെ ഒരുക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം അവയിൽ നിന്ന് മോചനം പ്രാപിച്ച് രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയും, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ കഴിയും. ഇന്ന് മനുഷ്യർക്ക് വന്നിരിക്കുന്ന വലിയ രോഗം എന്താണെന്ന് വെച്ചാൽ അവർ സന്തോഷത്തോടു കൂടി ആയിരിക്കുകയില്ല, അവരുടെ ചുറ്റുപാടുമുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ഇല്ല. ഭർത്താവ് സന്തോഷത്തോടു കൂടി ജീവിച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭാര്യ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് ഭർത്താവിനെയും സന്തോഷിപ്പിക്കണം. മാതാപിതാക്കൾ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് മക്കൾക്ക് സന്തോഷം കൊടുക്കണം, മക്കൾ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് മാതാപിതാക്കൾക്ക്. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എല്ലാം എതിരായിട്ടാണ്. എന്നാൽ ഈ രോഗങ്ങൾ 3 കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യരിലും അഹം വർദ്ധിച്ചിരിക്കുന്നു. ഉപ്പ് കൂടിപ്പോയാൽ എങ്ങനെയാകുന്നു? അതേപോലെ അഹം കൂടിയിരിക്കുന്നു. പുരാണങ്ങളിൽ പറയാറുണ്ട് അഹം ബ്രഹ്മം എന്ന്. അതായത് നീ തന്നെയാണ്, നിനക്കാണ് പ്രാധാന്യം, നിന്റെ ജീവിതത്തിൽ നിനക്കാണ് പ്രാധാന്യം, നീ നിന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുക എന്ന്. നിന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, നിനക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നത്, നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ, ജീവിതത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചെടുക്കണം എന്നുള്ളത് അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാത്തതായ മനസ്സാണ് ഈഗോ. നീ ഏതു സമയത്തും നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. ഒരാൾ ഇപ്രകാരം പറഞ്ഞു: നിന്നെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക, ആരും നിന്നെക്കുറിച്ച് ചിന്തിക്കത്തില്ല. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവർ അനേകർ നിന്നെക്കുറിച്ച് ചിന്തിക്കും. നമ്മുടെ അഹം, നമ്മുടെ ഈഗോ മാറുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ കുറിച്ച് ചിന്തിക്കുവാൻ ഇടയാകും. നോക്കൂ, ബൈബിളിൽ പൗലോസ് പറഞ്ഞ കാര്യങ്ങളിൽ, അതുപോലെ കർത്താവിൻ്റെ വചനങ്ങളിൽ അതുതന്നെയാണ് കാണുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാം വാക്യം: നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ.
എന്താണ്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം. ഈഗോ ഉള്ളവർക്ക് മറ്റുള്ളവരുമായി ചേരുവാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, നീ പറയുന്നത് പോലെയല്ല. നിന്റേത് നിന്റേതാണ്, എന്റേത് എന്റേതാണ് എന്നുള്ളതായ ചിന്ത. നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല. ഇപ്പൊ നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടം നമ്മുടെ ലോകത്തിൽ കൂടിക്കൂടി ഇരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ഇഷ്ടം എൻ്റെ പണം, എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിയിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ പോലും വിവാഹം കഴിഞ്ഞ കുടുംബക്കാർ പോലും ഭാര്യ പറയും, എൻ്റെ ഇഷ്ടമാണ്, എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കണമോ? എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ ജീവിക്കും, എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോവും, ഇന്ന് എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ സിനിമയ്ക്ക് പോവും, നാളെ മറ്റൊരാളുടെ പോവും, അത് കഴിഞ്ഞ് മറ്റൊരാളുടെ പോവും. നിങ്ങൾക്കും ഇഷ്ടമുള്ളവരോട് പോവുക, നിങ്ങൾക്കിഷ്ടമുള്ള സ്ത്രീയുമായിട്ട് സിനിമയ്ക്ക് പോവുക, ഞാൻ എനിക്കിഷ്ടമുള്ള പുരുഷനുമായിട്ട് ഞാൻ പോകും, വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിയാം. ഇതെന്തൊരു കുടുംബമാണ്? എൻ്റെ ഇഷ്ടം ഇന്നുള്ള യൗവനക്കാരെ നോക്കൂ, മാതാപിതാക്കളെ അനുസരിക്കുകയില്ല. എൻ്റെ ഇഷ്ടം. അനേകം കുട്ടികൾ വന്ന് പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, എൻ്റെ പിതാവ് സമയത്തിന് വീട്ടിൽ വരില്ല, ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ചെലവ് കാര്യങ്ങൾ നോക്കുകയില്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ യേശുക്രിസ്തുവിലേക്ക് വരുന്നതായ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരുവൻ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, തൻ്റെ ആഗ്രഹത്തെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ സ്വാർത്ഥതയെ ക്രൂശീകരിച്ച്, തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് മാത്രമേ എന്നെ അനുഗമിക്കാൻ കഴിയൂ. ആറ്റിറ്റ്യൂഡ് മാറ്റണം, നമ്മുടെ ജീവിത രീതികൾ മാറ്റണം, നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണം. കൊച്ചുകുട്ടി പറഞ്ഞാലും മറ്റൊരു ദൈവദാസൻ പറഞ്ഞാലും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാലത്തുള്ള മനുഷ്യർ തങ്ങളുടെ അകത്തെ ക്രൂശീകരിക്കുന്നില്ല. ആരെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഇത് തെറ്റാണ് മോനെ, ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല, ഇത് തെറ്റാണ് മകനെ, ഇത് തെറ്റാണ് മകളെ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കൂ. എന്താണ്? ആരോ പറഞ്ഞിരിക്കുകയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കെന്താണ്? എൻ്റെ ഇഷ്ടമാണ്. ചില ആളുകൾ വെളിയിൽ പറയാതെ മൂളാറുണ്ട്. അങ്ങനെ എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്? അതിൻ്റെ അർത്ഥം നിന്നിൽ ഈഗോ ഉണ്ടെന്നാണ്, നിന്റെ അഹം മരിച്ചിട്ടില്ല എന്നാണ്. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അതെയോ ശരി, ഞാൻ നേരെയാക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനത് നേരെയാക്കാം എന്നുള്ളതായ വാക്ക് നിന്നിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിന്നിൽ ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ആളുകളുടെ ജീവിതത്തിൽ വഴക്കുകളില്ലാത്തത്. നാം വഴക്കുണ്ടാക്കുന്ന വ്യക്തികളായിരിക്കുവാൻ വേണ്ടി പാടില്ല. ലോകത്തിൽ മറ്റാർക്കും തന്നെ അങ്ങനെയുള്ള സ്വഭാവമില്ല. കുട്ടികൾ ബഹളം വെച്ച് വഴക്കുണ്ടാക്കിയാൽ അത് അവരുടെ സ്വഭാവമാണ്, അതവരുടെ ശീലമാണ്. പഴയ ആദാമിൻ്റെ സ്വഭാവം നമ്മളിലുള്ളത് കൊണ്ടാണത്. എന്നാൽ അവർ മുതിർന്നവർ ആയതിനു ശേഷവും എന്തെങ്കിലും ചെറിയ കാര്യത്തിന് മുഖം വീർപ്പിക്കുക, വെറുതെ ഹടപടാന്ന് സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കുക, ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞ് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, കോളേജിൽ പോകാൻ പറഞ്ഞ് ഞാൻ പോകത്തില്ല, ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയുമ്പോൾ എന്താണിത്? അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം വരുന്നത്? എൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത്, എന്നെ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകൾ. നിങ്ങൾ ചെറിയ ചെടി കണ്ടിട്ടുണ്ടല്ലോ, തൊട്ടാവാടി, അത് തൊട്ട ഉടൻ തന്നെ അത് മടങ്ങിപ്പോകുന്ന കാണാം. ചെറുപ്പകാലത്ത് ആ ചെടി എടുത്തിട്ട് ഒരുപാട് നമ്മൾ കളിക്കാറുണ്ടായിട്ടുണ്ട്. കൈകൊണ്ട് ആ ഇലയൊന്ന് തൊട്ടാൽ മാത്രം മതി, അപ്പോൾ തന്നെ അത് മടങ്ങിപ്പോകുന്നത് കാണാം. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. ആലയത്തിൽ വരുന്ന സമയത്ത്, പ്രസംഗം കേൾക്കുന്ന സമയത്ത് ചില പ്രത്യേക വിഷയങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്കതെല്ലാം അറിയാം, അത് മടങ്ങിപ്പോവുകയാണ്. അകത്തേക്ക് ആ വചനങ്ങൾ കയറില്ല, മനസ്സിലേക്ക് അത് കയറുന്നില്ല, അകത്തേക്ക് കയറുന്നില്ല. ആ അഹം ക്രൂശിക്കപ്പെടണം, ആ ഈഗോ മാറണം, ആ സ്വാർത്ഥത പോകണം. അതാണ് യേശു ക്രിസ്തു കാണിച്ചു തന്നത്. ഇപ്പോൾ എൻ്റെ സ്വാർത്ഥത പോയി, നിങ്ങളുടെ സ്വാർത്ഥത പോയി, അവൻ്റെ സ്വാർത്ഥത പോയി, അവളുടെ സ്വാർത്ഥത പോയി. അപ്പോൾ എല്ലാവരുടെയും സ്വാർത്ഥത പോകുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള മനസ്സാണ് കിട്ടുന്നത്?
നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും, നമ്മൾ പരസ്പരം സഹകരിക്കും. ഈ കാലത്ത് അങ്ങനെ ഉണ്ടാകാത്തതിൻ്റെ കാരണം, മറ്റൊരാൾ പറയുന്നത് അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകാത്തതിൻ്റെ കാരണം തീർച്ചയായും ഒരാൾ റോങ്ങും ഒരാൾ റൈറ്റുമായിരിക്കും. ഒരാൾ ദൈവത്തിൻ്റെ പക്ഷവും ഒരാൾ പിശാചിൻ്റെ പക്ഷവും ആയിരിക്കും. അങ്ങനെ ചോദിച്ചാലും പറയും, നീയാണ് സാത്താൻ്റെ പക്ഷം, ഞാൻ ദൈവത്തിൻ്റെ പക്ഷമാണെന്ന് പറഞ്ഞ് വീണ്ടും തർക്കിക്കുവാൻ ഇടയാകും. ജഡ്ജ്മെൻ്റ് ഒന്നും, അതായത് ന്യായം വിധിക്കുന്നത് നാമല്ല. ഏതു സമയത്തും നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളുടെ ഈഗോ ഏത് ലെവലിൽ ഉണ്ടെന്ന്. നമ്മുടെ ഈഗോയ്ക്ക് ചില ലെവലുകൾ കാണും. എപ്പോഴും ഒരു ചെറിയ ചൂട് കാണും. നമ്മുടെ ശരീരം തണുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ജീവനില്ല എന്നാണ്. ശരീരോഷ്മാവ് എത്ര ഉണ്ടായിരിക്കണം? 98.4 ഉണ്ടായിരിക്കണം. അതിലും അല്പം കൂടിയാൽ 99 വരികയാണെങ്കിൽ ചെറിയ പനി ആരംഭിച്ചിരിക്കുന്നു. 102 വരികയാണെങ്കിൽ അമ്മോ, മാക്സിമം 103, 102 ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് വലിയ പനിയുള്ളത്, വളരെ ഭീകരാവസ്ഥയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ അഹവും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നോർമൽ ലെവലിൽ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾക്ക് സ്വയം അഭിമാനം ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനെക്കുറിച്ചും വ്യക്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരും ഇവരും പറയുന്നത് പോലെ പോവുകയാണെങ്കിൽ അതിനകത്തൊരു യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിഗളം ഉണ്ടാകുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാനും അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിക്കുവാനും ഉള്ള മനസ്സുണ്ടാകുന്നില്ലെങ്കിൽ, അവരോട് മറുതലിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതത്തിലെ ഈഗോ കൂടിയിരിക്കുന്നു. ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. ഇന്ന് അനേകം ആളുകൾ ശാസന നീ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ജീവിതത്തിൽ അച്ചടക്കം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അനേകം ആളുകൾ ശാസനയെ വെറുക്കുന്നവരാണ്. ശാസന കേൾക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടമാണ്. ജീവിതത്തിൽ ശാസന ഇഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു കയ്പുള്ള ഗുളിക കഴിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കഴിച്ചാൽ അത് ശരീരത്തിൽ ചെന്നിട്ട് എത്രമാത്രം നന്മ ചെയ്യും. ശാസനയും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഈ കാലത്ത് ലോകത്തിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. മക്കൾ മാതാപിതാക്കൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഖണ്ഡിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനേറെ പറയുന്നു, ദൈവദാസന്മാർ പോലും സഭയിൽ പറയുന്ന വചനങ്ങളെ അംഗീകരിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയാതെ പോകുന്നു. ദേഷ്യപ്പെട്ട് പറയാൻ പാടില്ല, ഗൗരവത്തോടെ പറയാൻ പാടില്ല. വളരെ സ്നേഹത്തോടുകൂടി, പുറമെ വളരെ സുഖമായിട്ട്, പുറമെയുള്ള മുറിവുകളൊക്കെ എന്താണ്, നമുക്ക് സാധാരണ മുറിവുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഊതിക്കൊടുക്കുകയാണെങ്കിൽ വളരെ സുഖമാണല്ലോ. നാമും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഊതുകയാണെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കും. അതുപോലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ക്ലേശം, പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നതായ മക്കളോട് ദൈവദാസൻ ഒന്നും ദുഃഖിക്കണ്ട, വേദനിക്കേണ്ട, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവുണ്ട്. അപ്പോൾ എന്ന ആശ്വാസത്തോടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും ആ മുറിവിന് മരുന്ന് വെച്ച് കെട്ടാതെ. സാധാരണ മുറിവുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് മരുന്നൊഴിക്കാറുണ്ടല്ലോ. ആ മരുന്ന് ഒഴിക്കുന്നതായ സമയത്ത് എങ്ങനെയായിരിക്കും അനുഭവം? ഭയങ്കര വേദനയായിരിക്കും. എന്നാൽ അത് ഒഴിക്കുന്നത് കൊണ്ട് എന്താണ്, സെപ്റ്റിക് ആകാതെ മുറിവ് കരിയാനിടയാകും. അങ്ങനെയല്ലാതെ മരുന്നൊഴിക്കാതെ വെറുതെ ഷൂന്ന് കാണിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇന്ന് പോയെന്ന് തോന്നും, എന്നാൽ നാളെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഈ കാലത്തുള്ള മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാലത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം, നിന്റെ സ്വഭാവം മാറണം. പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, എന്തു ചെയ്യുകയാ? ഇന്ന് വളരെ കോപത്താലാണല്ലോ. നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അതെ, സത്യം പറയൂ. ശരിയാണ്. വിവരം കെട്ടവളെ, അതെ. നാണം കെട്ടവളെ, അതെ. കാപ്പി കുടിച്ചല്ലോ, ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വരാം എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങളെന്ത് ചെയ്യുകയാണ്? നിനക്കെന്താണ് ഇവിടെ പണി? നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, ഞാൻ എന്താ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണ് വിചാരം? അവൻ്റെ ബുദ്ധിമുട്ട് അവനുണ്ട്, അവളുടെ സങ്കടം അവൾക്കുണ്ട്. ഇവന് വെളിയിൽ പ്രശ്നം, ഇവക്ക് വീട്ടിൽ പ്രശ്നം. അങ്ങനെ പരസ്പരം ഈഗോ കാണിക്കുന്നുണ്ട്. എന്താണ് പറ്റുന്നത്?
തന്നെത്താൻ സ്വാർത്ഥത കാണിക്കുമ്പോൾ, അവരുടെ ഈഗോ കാണിക്കുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ തീ കത്തുവാൻ ഇടയാകുന്നു. എന്താണ് നടക്കുന്നത്? അവന്റെ സങ്കടവും മാറുകയില്ല, ഇവളുടെ സങ്കടവും മാറില്ല. യേശുക്രിസ്തുവിന്റെ മനസ്സ് ഉള്ള വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കും, തന്നെക്കുറിച്ച് ചിന്തിക്കുകയില്ല. മറ്റുള്ളവരെല്ലാം അവനെക്കുറിച്ച് ചിന്തിക്കാനിടയാകും, മറ്റുള്ളവർ തന്നെക്കുറിച്ച് ആലോചിക്കുവാനിടയാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതായ അഹം നമുക്ക് മാറ്റിയെടുക്കണം. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അഹത്തെ ക്രൂശീകരിക്കണമേ, നിന്റെ മനസ്സെനിക്ക് നൽകണമേ. എൻ്റെ മനോഭാവത്തെ ഞാൻ മാറ്റുകയാണ്. യേശുവിനുള്ളതുപോലെയുള്ള മനസ്സെനിക്ക് നൽകണമേ. എൻ്റെ ബലഹീനത നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അത് മാറ്റി എനിക്ക് ബലം നീ നൽകണമേ എന്ന് കർത്താവിനോട് ചോദിക്കാം. എല്ലാവരും വായ് തുറന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു വാക്ക് കർത്താവിനോട് ചോദിക്കൂ. ഇതാ, നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. അപ്പോൾ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യാനിടയാകും. അഹം കലഹങ്ങൾ കൊണ്ടുവരുന്നു. അഹം ഭിന്നാഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നു. അഹം മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു. അഹം എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗത്തിനേക്കാൾ ഭയങ്കരമായതാണ്. അഹം മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു. ആ അഹത്തെ ക്രൂശീകരിക്കുക. നിന്നെ തന്നെ നീ ത്യജിക്കുക. താഴ്മയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ഇനി ഞാനല്ല, നീയാണ്, ഞാനല്ല കർത്താവേ എന്ന് പറഞ്ഞ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും നീ നോക്കണമേ. ഈ ഈഗോ മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ അഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അഹം കാരണം കലഹങ്ങൾ ഉണ്ടാകുന്നു കർത്താവേ. അഹം കാരണമാണ് ഭിന്ന അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞങ്ങളുടെ സ്വാർത്ഥതയെ ക്രൂശീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രൂശിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്നെ കാണുവാൻ കഴിയണം, നിന്റെ സ്നേഹം കാണുവാൻ കഴിയണം. പലവിധമായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ ആഗ്രഹത്തോടുകൂടി നിന്റെ മക്കൾ വന്നിരിക്കുമ്പോൾ ആരും വെറുതെ കടന്നു പോകാനിടയാകരുത്. രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണം. ശൗല് ശമൂവേലിനെ വിട്ടുപോയപ്പോൾ അവനൊരു പുതിയ ഹൃദയം കിട്ടിയതുപോലെ പുതിയ ഹൃദയവുമായി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കഴിയണം. ദോഷമെല്ലാം നന്മയായി മാറണം. കണ്ണുനീർ ആനന്ദമായിട്ട് മാറണം. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി നീ മാറ്റണമേ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതം മാറിയിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടുകൂടി ജീവിക്കും, തൃപ്തിയോടുകൂടി ജീവിക്കും. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ഇന്ന് പറയുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.